ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ആഗസ്റ്റ് 12, അസീസിയിലെ വിശുദ്ധ ക്ലാര. ഇറ്റലിയിലെ അസീസിയിലുള്ള ഒരു പ്രഭുവിന്റെ 3 പെൺമക്കളായിരുന്നു ക്ലാര, ആഗ്നസ്, ബെയാട്രീസ്. ഇവരിൽ ക്ലാരയും ആഗ്നസും പിന്നീട് വിശുദ്ധരെന്ന നിലയും ക്ലാര സഭയുടെ സ്ഥാപകരെന്ന നിലയും ലോകപ്രശസ്തരായി. ബാല്യകാലം മുതൽ തന്നെ ക്രൈസ്തവ വിശ്വാസത്തിലാണ് വളർന്നു വന്നിരുന്നതെങ്കിലും ക്ലാരയുടെ വിശ്വാസ ജീവിതത്തെ നേർവഴിക്ക് തിരിച്ചുവിട്ടത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൂടെയാണ് ക്ലാര ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ തൊട്ടറിഞ്ഞത്. തന്റെ സംശയങ്ങൾ അവൾ അദ്ദേഹത്തോട് ചോദിച്ചു. യേശുവിന്റെ നാമത്തിൽ ആഴത്തിലുള്ള സൗഹൃദമായി ഇത് വളർന്നു. ഒരിക്കൽ ഒരു ഓശാന ഞായറാഴ്ച ദേവാലയത്തിലെ ചടങ്ങുകളിൽ പങ്കെടുക്കുകയായിരുന്നു ക്ലാര. കുരുത്തോല വാങ്ങുവാനായി മറ്റുള്ളവർ ബിഷപ്പിന്റെ അടുത്തേക്ക് നീങ്ങിയെങ്കിലും ക്ലാര നാണിച്ച് മടിച്ചു നിന്നു. എല്ലാവരും കുരുത്തോല സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ബിഷപ്പ് നടന്ന് ക്ലാരയുടെ അടുത്തെത്തി അവൾക്ക് ഓല നൽകി. ഈ സംഭവത്തോടെ ക്ലാരയുടെ ജീവിതത്തിനൊരു പുതിയ അർത്ഥം കൈവന്നു. തന്റെ ജീവിതം അവൾ യേശുവിനെ സമർപ്പിച്ചു. വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് അവൾ വ്രതവാഗ്ദാനം നടത്തി കന്യാസ്ത്രീയായി. ക്ലാരയുടെ പുതിയ ജീവിതത്തിൽ ദുഃഖിതരായിരുന്നു മാതാപിതാക്കൾ. അവളെ ഏതെങ്കിലും പ്രഭുകുമാരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു അവർ ആശിച്ചിരുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ ഇളയ സഹോദരി ആഗ്നസും ക്ലാരയ്ക്കൊപ്പം ചേർന്നു. ഇതോടെ വീട്ടുകാർ പൂർണ്ണമായും കീഴടങ്ങി. ക്ലാരയും കൂട്ടരും ചേർന്ന് ക്ലാര സഭയ്ക്ക് രൂപം കൊടുത്തു. പൂർണ്ണമായും ദൈവിക ചൈതന്യത്തിൽ മുഴുകി ജീവിച്ചിരുന്ന ഒരുപറ്റം സ്ത്രീകളുടെ സമൂഹമായിരുന്നു അത്. മത്സ്യ മാംസാദികൾ പൂർണ്ണമായി വർജിച്ചു. ചെരുപ്പണിയാതെ നടന്നു. പ്രാർത്ഥനകളും കഠിനമായ ഉപവാസങ്ങളും അനുഷ്ഠിച്ചു. 40 വർഷത്തോളം ക്ലാര സമൂഹത്തിന്റെ ചുമതല ക്ലാര തന്നെയാണ് വഹിച്ചത്. ഫ്രാൻസിസ് അസീസിയുമായുള്ള ആത്മബന്ധം ഫ്രാൻസിഷ്യൻ ക്ലാര സമൂഹങ്ങൾക്ക് ഒന്നിച്ചു പ്രവർത്തിക്കുന്നതിന് കാരണമായി. എവിടെയൊക്കെയോ ഫ്രാൻസിഷ്യൻ സഭയുണ്ടോ അവിടെയൊക്കെയോ ക്ലാര സമൂഹവും ഉണ്ടായിരുന്നു. 28 വർഷത്തോളം രോഗികൾക്കിടയിൽ കഴിഞ്ഞ ശേഷമാണ് ക്ലാര മരിച്ചത്. വർഷങ്ങളോളം വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ചാണ് അവൾ ജീവിച്ചത്. 1225 പോപ്പ് അലക്സാണ്ടർ 4 അസീസിയിലെ വിശുദ്ധ ക്ലാരയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു.